അപൂർവ എർത്ത് മിനറൽസിന്റെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ചൈന കൊണ്ടുവന്നപ്പോൾ അതിനൊരു മറുപടി എന്നോണം നിലവിലുള്ള തീരുവയ്ക്ക് പുറമെ ചൈനയ്ക്ക് മേൽ 100% തീരുവ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ് ട്രംപ് വീണ്ടും രംഗത്ത് വന്നത് നാം കണ്ടതാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോരും തീരുവ പോരുകളും കുറച്ചു ദിവസത്തേക്ക് ഒന്നടങ്ങിയിരുന്നുവെങ്കിലും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിയന്ത്രണത്തിൽ ചൈന തീരുമാനം എടുത്തതോടെ അമേരിക്കയും ചൈനയും വീണ്ടും മത്സരത്തിന്റെ ആക്കം കൂട്ടിയെന്ന് വേണം പറയാൻ. അതിനുശേഷം പുത്തൻ തീരുമാനവുമായി മുന്നോട്ടു പോകാൻ ട്രംപ് ഒരു പദ്ധതിയും ഇട്ടു. അപൂർവ എർത്ത് മിനറൽസിന്റെ ആഗോള ഉൽപാദനത്തിലും ശുദ്ധീകരണത്തിലും ചൈനയ്ക്കുള്ള കുത്തക ആധിപത്യം കുറയ്ക്കുക, അതിനായി മറ്റൊരു രാജ്യത്തെ കൂട്ടുപിടിക്കുക. അതെ, അങ്ങനെ തന്നെയാണ് ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ചൈനയെ വെല്ലുവിളിക്കാനായി ഓസ്ട്രേലിയൻ സർക്കാരുമായി $8.5 ബില്യൺ, അതായത് ഏകദേശം 75,000 കോടി രൂപയുടെ അപൂർവ എർത്ത് മിനറൽസിന്റെ പദ്ധതി കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ് ട്രംപ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി വൈറ്റ് ഹൌസിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറിൽ ഒപ്പുവെച്ചത്. കരാറിന്റെ പകർപ്പിൽ പറയുന്നതനുസരിച്ച് അടുത്ത 6 മാസത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും ഖനന സംസ്കരണ പദ്ധതികളിൽ $1 ബില്യൺ വീതം നിക്ഷേപിക്കുമെന്നും നിർണായക ധാതുക്കൾക്ക് ഏറ്റവും കുറഞ്ഞ വില നിശ്ചയിക്കുമെന്നും പറയപ്പെടുന്നു. മുമ്പ് ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ഓസ്ട്രേലിയയുമായുള്ള തന്ത്രപരമായ ആണവ അന്തർവാഹിനി കരാറിനെയും US പ്രസിഡന്റ് പിന്തുണച്ചിരുന്നതാണ്. അതിനു പിന്നാലെയാണ് ഈ കരാറും. ട്രംപിന്റെ ഈ നീക്കം കൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്: ഓസ്ട്രേലിയ എന്ന രാജ്യത്തെ പിണക്കാതെ അവരുമായി കൂട്ടുകൂടി ചൈനയ്ക്കെതിരെ തിരിക്കാനാണ് തന്ത്രശാലിയായ ട്രംപിന്റെ ശ്രമം. ഒരു വശത്ത് ചൈനയുമായുള്ള വ്യാപാര യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന US, മറുവശത്ത് യുദ്ധം ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണോ എന്നതാണ് ട്രംപിന്റെ നീക്കം കാണുമ്പോൾ പലരും ഉയർത്തുന്ന ചോദ്യം. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ വ്യവസായവും ആഭ്യന്തര ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി റെയർ എർത്ത് മിനറൽസ് കൂടിയേ തീരൂ. എന്നാൽ ഓസ്ട്രേലിയയോട് കൈകൊടുക്കുന്നതിലൂടെ ചൈനയെ മറികടക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ? അതറിയണമെങ്കിൽ ലോക റെയർ എർത്ത് മിനറൽസ് വിതരണ ശൃംഖലയുടെ മൊത്തത്തിലുള്ള ഒരു ചിത്രം നമ്മൾ മനസ്സിലാക്കണം. കോടിക്കണക്കിന് ഡോളർ നിക്ഷേപം ഉണ്ടെങ്കിൽ പോലും അപൂർവ എർത്ത് മിനറൽസ് വിതരണത്തിലുള്ള ചൈനയുടെ ആധിപത്യം തകർക്കാൻ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് കുറഞ്ഞത് 1 ദശാബ്ദമെങ്കിലും സമയം വേണ്ടിവരും. പ്രതിരോധം, ഇലക്ട്രിക് വാഹന നിർമ്മാണം, ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകൾക്ക് അനിവാര്യമായ റെയർ എർത്ത് വിതരണ ശൃംഖലയിൽ 95% വരെ ചൈനയുടെ സ്വന്തമാണ്. അൽ ജസീറയുടെ റിപ്പോർട്ട് അനുസരിച്ച് 44 മില്യൺ മെട്രിക് ടൺ റെയർ എർത്ത് ശേഖരമാണ് ചൈനയ്ക്കുള്ളത്. തൊട്ടുപുറകെ 21 മില്യൺ ശേഖരവുമായി ബ്രസീലും 6.9 മില്യൺ ശേഖരവുമായി ഇന്ത്യയും ഈ പട്ടികയിലുണ്ട്. ഇന്ത്യക്ക് ശേഷം ആ സ്ഥാനം വഹിക്കുന്നത് ഓസ്ട്രേലിയയാണ്. അമേരിക്കയെ കൂടാതെ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും എല്ലാം ആശ്രയിക്കുന്നതും ചൈനയെ തന്നെ. ഇത് കുറയ്ക്കണമെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് ഖനനം, സംസ്കരണം, മെറ്റലൈസേഷൻ എന്നിവ ഉൾക്കൊള്ളുന്ന സങ്കീർണമായ ഒരു വിതരണ ശൃംഖല ഉറപ്പാക്കേണ്ടതുണ്ട്. എന്നാൽ ഉയർന്ന മൂലധന ചെലവ്, സാങ്കേതിക വൈദഗ്ധ്യത്തിലെ അപര്യാപ്തത, പാരിസ്ഥിതിക അപകട സാധ്യതകൾ എന്നിവയുൾപ്പെടെയുള്ള വെല്ലുവിളികളാണ് മുന്നിലുള്ളത്. പതിറ്റാണ്ടുകളായി ഖനികളിലും അതിന്റെ പ്രോസസ്സിംഗിലും നടത്തുന്ന നിക്ഷേപമാണ് ഈ മേഖലയിൽ വളരാൻ ചൈനയ്ക്ക് സഹായകമായത്. അത് അവർ ഇന്നും തുടർന്നു പോരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക നിലവിൽ ചൈനയിൽ നിന്ന് പ്രതിവർഷം 10,000 ടണ്ണും യൂറോപ്പ് 25,000 ടണ്ണിലധികവും അപൂർവ എർത്ത് മിനറൽസ് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. US ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് നിർണായക ധാതുക്കളുടെ ഗണ്യമായ ശേഖരം കൈവശമുണ്ടെങ്കിലും ഓസ്ട്രേലിയയ്ക്ക് ചൈനയെ മറികടക്കാൻ സാധിക്കില്ല. ചൈനയുടേതിന്റെ 1/7 മാത്രം അപൂർവ ധാതുക്കളുടെ ശേഖരമാണ് ഓസ്ട്രേലിയയുടെ പക്കലുള്ളത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയെ കൂട്ടുപിടിച്ച് ചൈനയെ മലർത്തിയടിക്കാമെന്നുള്ള ട്രംപിന്റെ മോഹത്തിന് എത്രത്തോളം ആയുസ് ഉണ്ടാകുമെന്നതിൽ വ്യക്തതയുമില്ല. എന്തായാലും ചൈനയുടെ നേതാവ് ഷീ ജിൻപിങ്ങുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്കയുടെ വ്യാപാര കരാറുകളെക്കുറിച്ചൊരു യഥാർത്ഥ ചിത്രം നമുക്ക് കിട്ടുമെന്ന് തീർച്ച.